അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. നമ്മൾ മജ്റൂറാത്തിനെ കുറിച്ചാണ് ചർച്ച. അതിലൊന്നാമത്തെ ഭാഗമായ മജ്റൂറും ബിൽ ഹർഫ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തേത് പറയാൻ നോക്കാം. വ അമ്മൽ ഖിസ്മുസ്സാനി, എന്നാൽ രണ്ടാമത്തെ ഖിസ്മാകുന്നത് മിനൽ മജ്റൂറാത്തി, മജ്റൂറാത്തിൽ നിന്നും രണ്ടാമത്തെ ഖിസ്മാകുന്നത് ഫഅശാറ ഇലൈഹി, ആ ഖിസ്മിലേക്ക് മുസന്നിഫ് ഇഷാറത്താക്കി ബി ഖൗലിഹി, തൻ്റെ ഖൗല് കൊണ്ട് ഇഷാറത്താക്കാനെ സൂചിപ്പിച്ചു. ഔ യുഖ്ഫദു, അല്ലെങ്കിൽ ജർറ് ചെയ്യപ്പെടും ബി ഇദാഫത്തി ഇസ്മിൻ, ഒരു ഇസ്മിനെ ചേർത്തുകൊണ്ട് ഇസ്മിൻ ആഖറ, മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തുകൊണ്ട്. അതേപോലെ ഉദാഹരണം പറയണേ, ഗുലാമു സൈദിൻ, ഗുലാമിനെ സൈദിലേക്ക് ചേർത്തു. അപ്പോൾ ആദ്യം ചേർക്കപ്പെട്ടത് ഗുലാമാണ്, അത് മുദാഫാണ്. ഏതിലേക്കാണോ ചേർക്കപ്പെട്ടത് അൽ മുദാഫ് ഇലൈഹി എന്ന് പറയും. അപ്പം മുദാഫ് ഇലൈഹി ജർറ കിട്ടുക, കണ്ടോ? അങ്ങനെ ചേർത്തുകൊണ്ട് മുദാഫ് ഇലൈഹി മജ്റൂർ ദായിമായിരിക്കും, എപ്പോഴും ജർറായിരിക്കും. അപ്പോൾ അതിന് ജർറ് കൊടുത്ത ആമിൽ ആരാണ്? ജർറ് കൊടുത്ത ആമിൽ മുദാഫാണ്. അതാ പറയും, നോക്കുക. ഫയക്കൂനുൽ ആമിൽ, അപ്പോൾ ആമിലാകും ഫിൽ മുദാഫ് ഇലൈഹി, മുദാഫ് ഇലൈഹിയുള്ള ആമിലാകും ഹുവൽ മുദാഫ്. അതാരാ? മുദാഫാണ്. ഗുലാമു സൈദിൻ, സൈദിന് ജർറ് കൊടുത്ത ആമിലാരാണ്? അത് ഗുലാം എന്നുള്ള മുദാഫാണ്. മനസ്സിലായില്ലേ? വഹാദൽ മജ്റൂർ, ഈ മജ്റൂർ ഐദൻ ഖിസ്മാനി, വീണ്ടും രണ്ട് ഖിസ്മായിട്ടുണ്ട്. അഹദുഹുമാ, രണ്ട് ഖിസ്മിൽ ഒന്ന് അൽ, നോക്കുക, രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താ വെച്ചാൽ പറയുന്നത് മാനവിയായ ഇദാഫത്തുണ്ട്, ലഫ്ദിയായ ഇദാഫത്തുണ്ട്. മാനവിയായ ഇദാഫത്ത് എന്ന് പറയുമ്പോൾ വസ്ഫിനെ അതിൻ്റെ മാമൂലിലേക്കുള്ള ഇദാഫത്തല്ല, വസ്ഫിനെ അതിൻ്റെ മാമൂലിലേക്ക്, വസ്ഫ് എന്ന് പറയുമ്പോൾ ഇസ്മു ഫായിൽ, ഇസ്മു അഫൂല്, സിഫത്ത് മുഷബ്ബഹ. ഇൻഷാ അല്ലാഹ് ഓരോ ഉദാഹരണം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ട്, മനസ്സിലായിക്കോളും. അങ്ങനെ വസ്ഫിനെ അതിൻ്റെ മാമൂലിലേക്ക് ഇദാഫത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താ? അത് അല്ലുള്ള മാരിഫയിലേക്ക് ഇദാഫത്ത് ചെയ്താലും താരീഫിനെ ഫായിദ ചെയ്യിക്കൂല. നേരെ മറിച്ച് മുദാഫ് വസ്ഫാവാതിരിക്കുക, മുദാഫിലേഹി ആ വസ്ഫിൻ്റെ മാമൂലാവരുത്. അങ്ങനല്ലാതെ വരിക, അങ്ങനല്ലാതാണ് ഏത് വരിക? മാനവിയ ഇദാഫത്ത് വരിക. മാനവിയ ഇദാഫത്ത്, മാനവി എന്ന് പറയാൻ കാരണം തന്നെ എന്താ? അത് മുദാഫിന് മാരിഫയിലേക്ക് ഇദാഫത്ത് ചെയ്ത മുദാഫിന് എന്തുണ്ട്? താരീഫ് കിട്ടുന്നുണ്ട്. മുദാഫിനെ മാരിഫയിലേക്ക് ഇദാഫത്ത് ചെയ്താൽ താരീഫ് കിട്ടും, അല്ലെങ്കിൽ നെക്കറയിലേക്ക് ഇദാഫത്ത് ചെയ്താൽ ആ മുദാഫിന് എന്തിട്ട് ഒരു ഖുസൂസിയത്ത്, ഒരു പ്രത്യേകത കിട്ടും, തനി നെക്കറെന്ന് മാറും. നേരെ മറിച്ച് ലഫ്ദിയായ ഇദാഫത്തിൽ, അതുകൊണ്ടാണ് മാനവിയ എന്ന് പറയുന്നത് കേട്ടോ. ലഫ്ദിയായ ഇദാഫത്തിൽ അതില്ല. ലഫ്ദിയായ ഇദാഫത്തിൽ എന്താ? ദാരിബു സൈദിൻ, സൈദിനെ അടിക്കുന്നവൻ, ദാരിബു സൈദിൻ ആണോ? അപ്പോൾ ദാരിബു സൈദിൻ, സൈദിനെ അടുക്കുന്നവൻ, ദാരിബ് വസ്ഫാണ്, അത് അതിൻ്റെ മാമൂലായ മഫ്ഊലിലേക്ക് ഇദാഫത്ത സൈദിനെ. ശരിക്കും ഹാദാ ദാരിബുൻ സൈദൻ, അത് ഇംഫിസാലിൻ്റെ തഖ്ദീറിലായിരിക്കും വേറിട്ടിക്കുന്നത്. മുദാഫിലേക്ക് ഇടയിൽ ഒരു ഇംഫിസാലിൻ്റെ തഖ്ദീറിലാക്കിയത് ഈ ലഫ്ദിയായ ഇദാഫത്ത്. മനസ്സിലായോ? അത് നമുക്കിപ്പോൾ ദാരിബു സൈദിൻ, സൈദിനെ അടിക്കുന്നവൻ, സൈദിനെ അടിക്കുന്നവൻ, ഇപ്പോൾ അടിക്കുന്നവൻ അല്ല നാളെ അടിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞാൽ മാദിയല്ല കേട്ടോ, അത് നമ്മൾ പറയും. അപ്പോൾ അവിടെ എന്താ? മാരിഫിനെ ഫായിദ ചെയ്യിക്കൂല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് പറയുന്നത്. നോക്കുക, അഹദുഹ, അതിലൊന്ന്, രണ്ട് കിസ്മറല്ല, അതിലൊന്ന് നോക്കുക. അല്ലാ യക്കൂനൽ മുദാഫ്, മുദാഫ് ആവാതിരിക്കുക. ഈ പറയുന്നത് ലഫ്ദിയായതിനെ കുറിച്ചല്ല, മാനവിയായ ഇദാഫത്തിനെ കുറിച്ച് പറയുന്നത്. എന്താവണം? അല്ലാ യക്കൂനൽ മുദാഫ് വസ്ഫൻ, മുദാഫ് വസ്ഫ് ആവരുത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മനസ്സിലാവേണ്ടിയാണ് ഇത് പറഞ്ഞത്. വൽ മുദാഫു ഇലൈഹി മഅമൂലൻ ലഹു, അങ്ങനെ മുദാഫ് വസ്ഫും മുദാഫ് ഇലൈഹി മഅമൂലൻ ലഹു അതിൻ്റെ മാമൂലായിട്ട് ആവരുത്. അങ്ങനെ ആകുമ്പോൾ ലഫ്ദിയാ വരിക. മനസ്സിലായി നിങ്ങൾ? മുദാഫ് വസ്ഫാവരുത്, വൽ മുദാഫ് ഇലൈഹി എന്തായത്? മഅമൂലൻ ലഹു അതിൻ്റെ മാമൂലായിട്ട് വരരുത്. ഇപ്പോൾ ദാരിബു സൈദിൻ പറഞ്ഞതുപോലെ, മനസ്സിലായില്ലേ? അങ്ങനെ ആവരുത്. അപ്പോഴാണ് ഇദാഫ മാനവിയ വരിക. നോക്കുക, ക ഗുലാമു സൈദിൻ, ഇവിടെ കണ്ട ഗുലാം എന്ന മുദാഫ് വസ്ഫാണോ? അത് ഇസ്മു ഫായിലാണോ? ഇസ്മു മഫ്ഊലാണോ? സിഫത്തു മുശബ്ബഹാണോ? അല്ല, ഗുലാം അത് ജാമിദാണ്. ഗുലാമു സൈദിൻ, സൈദിൻ്റെ കുട്ടി. വകാത്തിബുൽ ഖാദി, ഖാദിൻ്റെ എഴുത്തുകാരൻ, ഖാദിൻ്റെ എഴുത്തുകാരൻ എന്നാണ്. വദർബുൽ ലിസ്സി, മസ്തറും മാമൂലിലേക്ക് ഇദാഫത്ത് ചെയ്താലൊന്നും കിട്ടൂല. ഒക്കെ കിട്ടുക സിഫത്ത് മുശബ്ബ, ഇസ്മു ഫായിൽ, ഇസ്മു മഫ്ഊൽ പോലത്താണ്. അപ്പോൾ ദർബുൽ ലിസ്സി, കള്ളൻ്റെ അടി. അപ്പോൾ ഇവിടെ ഒക്കെ ഗുലാം, കാത്തിബ്, ദർബ് എന്നുള്ള മുദാഫ് അത് മാരിഫയിലേക്ക് ഇദാഫത്ത് ചെയ്തപ്പോൾ താരീഫ് കിട്ടിയല്ലോ, താരീഫ് കിട്ടി. അതുകൊണ്ടാണ് മാനവിയെ എന്ന് പറയുന്നത്. വഹാദിഹിൽ ഇദാഫത്തു, ഈ ഇദാഫത്ത് അല സലാസത്തി അഖ്സാമിൻ, മൂന്ന് ടൈപ്പാണ്. അതായത് മൂന്ന് മാനൊക്കെ വരിക. നോക്കുക, കാരണം അന്നഹ, തീർച്ചയായും ആ ഇദാഫത്ത് ഇമ്മാൻ തക്കൂൻ, ഒന്നുകിൽ ആ ഇദാഫത്ത് അല മഅന ലാമി, ലാമിൻ്റെ മാനക്കായിരിക്കും, തഹ്കീക്കൻ യഥാർത്ഥത്തിൽ തന്നെ.
ലാമിന്റെ മാന തഹ്ഖീഖായിട്ട് നമുക്ക് അതുകൊണ്ട് ഇൻ അംകന നുത്ഖു ബിഹാ അതുകൊണ്ട് നമുക്ക് നുത്ഖ് ഉച്ചരിക്കൽ സാധ്യമാവുകയാണെങ്കിൽ അപ്പോൾ തഹ്ഖീഖായിട്ട് തന്നെ ലാമിന്റെ മാന ഉണ്ടാവും. ഇതുപോലെ ഇപ്പോൾ ഗുലാമു സെയ്ദ് ഗുലാമി സെയ്ദിൻ അവിടെ ഗുലാമു സെയ്ദിൻ എന്ന് പറയാം ഗുലാമു സെയ്ദ് എന്ന് പറയണേ ഗുലാമു സെയ്ദിൻ അപ്പോൾ അവിടെ സെയ്ദിന്റെ കുട്ടീനാ. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ പറയാലോ ഗുലാമുൻ ലി സെയ്ദിൻ സെയ്ദിന്റെ കുട്ടി ഗുലാമുൻ ലി സെയ്ദിൻ പോലെ കണ്ടോ. ഔ തഖ്ദീർ അല്ലെങ്കിൽ തഖ്ദീറിലായിരിക്കും തഹ്ഖീഖല്ല തഖ്ദീറിലാണ്. അതിപ്പോഴാണ് ഇല്ലം യുംകിൻ ദാലിക അത് നുത്ഖ് സാധ്യമാവാത്തപ്പോഴാണ്. നുത്ഖ് സാധ്യമാവില്ലെങ്കിലാണ് കസീ മാലിൻ പോലെ ഈ സീ മാലിൽ നമുക്ക് എന്തറിയാൻ പറ്റൂല. ഇപ്പോൾ സൂ മാലിൻ അല്ല സൂ ലി മാലിൻ എന്ന് പറയാൻ പറ്റൂല. പക്ഷേ തഖ്ദീറിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നുത്ഖ് ചെയ്യാം, അത് സ്വഹീഹാവും. അല്ലാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ പറയപ്പെടൂല. സൂ ലി മാലി എന്ന് പറയപ്പെടൂല. മറ്റേത് പിന്നെ പറയപ്പെടുമല്ലോ. ഇപ്പോൾ ഹാദ ഇവൻ ഗുലാമുൻ ലി സെയ്ദിൻ സെയ്ദിന്റെ ഗുലാമാണ് അങ്ങനെ പറയാം. പിടിയോ? അപ്പം നമുക്ക് നോക്കിയതായാലും അതുപോലെ തന്നെ വൈന്ദ സെയ്ദിൻ പോലത്തതൊക്കെ ഈ മാലിൻ വൈന്ദ സെയ്ദിൻ പോലത്തത് ഒക്കെ തഖ്ദീറിലാണ്. മറ്റേ നമുക്ക് നുത്ഖ് സാധ്യമാണ് മനസ്സിലാണ്ട്. ഇൻ അംകന നുത്ഖു ബിഹാ അത് ഹാദാ ഗുലാമുൻ ലി സെയ്ദിൻ അത് നുത്ഖ് സാധ്യമാണ്. ഔ തഖ്ദീർ അത് തഹ്ഖീഖാണ്. ഔ തഖ്ദീർ എന്ന് പറഞ്ഞാൽ നമുക്ക് തഖ്ദീർ പറയാം, പക്ഷേ എങ്കിൽ അല്ലാതെ അങ്ങനെ പറയപ്പെടൂല. അതാണ് ഇല്ലം യുംകിൻ ദാലിക ദാലിക നുത്ഖ് സാധ്യമായിട്ടില്ലെങ്കിൽ അർത്ഥം. അത് നമ്മൾ ഒരിക്കലും സൂ ലി മാലി എന്ന് പറയലില്ല. പിന്നെ ഔ അല്ലെങ്കിൽ അപ്പോൾ ഈ ലാമിന്റെ മാന ഇങ്ങനെ ഈ ലാമിന്റെ മാനാക്കാണ് കൂടുതൽ ഉണ്ടാവില്ല. ഈ ലാമിന്റെ മാനാക്കുള്ള ഇദാഫത്തിന് ലാമിയ എന്നും പറയും. ലാമിയ ഇദാഫ മാനവിയ ലാമിയ എന്ന് പറയും. കൂടുതൽ കിതാബു ഖാലിദിൻ കിതാബ് മുഹമ്മദിൻ മുഹമ്മദിന്റെ കിതാബ് ഒക്കെ തഖ്ദീർ എങ്ങനെ കിതാബുൻ ലി മുഹമ്മദിൻ കണ്ട അതാണ്. ഇനി ഔ തക്കൂനു അല്ലെങ്കിൽ എന്താകും ഔ തക്കൂന വായിക്കുക അങ്ങട്ടല്ലേ ലിയന്നഹ ഇമ്മ അൻ തക്കൂന അങ്ങട്ട് അല്ലെങ്കിൽ ഇമ്മ ഔ തക്കൂന അല മാന മിൻ അല്ലെങ്കിൽ മിന്നിന്റെ മാന ആയിരിക്കും. മിന്നിന്റെ മാന ബൈനി ബയാനിയ ഇദാഫത്ത് എന്നും പറയും. ബയാനിയ എന്താണ് അങ്ങനെ പറയാൻ കാരണം? മിന്നിന്റെ മാനാവ് എപ്പോഴാണ് വദാലിക് അത് ഇദാ കാനൽ മുദാഫ് ആകുമ്പോഴാണ്. ഇദാ കാനൽ മുദാഫ് ഇലൈഹി ആകുമ്പോഴാണ് കുല്ലാകുക ലിൽ മുദാഫിന്റെ കുല്ലാകുക. മുദാഫിന്റെ കുല്ലായിരിക്കും മുദാഫ് ഇലൈഹി. മാത്രല്ല വയസിഹ് നമ്മൾ പറയാ വയസിഹുൽ ഇഖ്ബാറു ബിഹി ആ കുല്ലുകൊണ്ട് അഥവാ മുദാഫ് ഇലൈഹി ആയ ആ കുല്ലുകൊണ്ട് ഖബർ പറയൽ സ്വഹീഹാകും അൻഹു ആ മുദാഫിനെ തൊട്ട്. ഉദാഹരണം നോക്കിയാൽ ഖാത്തമു ഹദീദിൻ ഇരുമ്പിൽ നിന്നുള്ള ഖാത്തം മോതിരം എന്നാ. അപ്പൊ ഇരുമ്പ് ഹദീദ് കുല്ലാണല്ലോ മൊത്തത്തിൽ, അതിൽ നിന്നുള്ള ബാധാണല്ലോ ചെറുത സാധനമാണല്ലോ ഖാത്തം. മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് ഖാത്തമു ഹദീദിൻ. അപ്പൊ ഖാത്തമുൻ മിൻ ഹദീദിന ഉദ്ദേശം. പിന്നെ ഖബർ പറയാൻ പറ്റുമോ നോക്കെ അൽ ഖാത്തമാകും മോതിരമാകുന്നത് ഹദീദുൻ ഇരുമ്പാകുന്നു പറ്റല്ലോ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അപ്പൊ കുല്ലാവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പറയുകയാണെങ്കിൽ മുദാഫ് ഇലൈഹി മുദാഫിന്റെ ജിൻസാവുക അങ്ങനൊക്കെ പറ്റും. ജിൻസാവുക കുല്ലാതെ ജിൻസാവുക അങ്ങനൊക്കെ പറയും. മനസ്സിലായോ? അത് ജിൻസൊക്കെ സൗബ് ഖസ്സിൻ ഖസ് പട്ടിൽ നിന്നുള്ള സൗബ് അതാ പട്ടിൽ നിന്നുള്ള സൗബ് അവിടെ മുദാഫ് ഇലൈഹി ജിൻസാണ് സൗബിന്റെ അല്ല കുല്ല് ഇങ്ങനൊക്കെ പറയാം. മനസ്സിലായോ? ആ പട്ടിൽ നിന്നുള്ള ഒരു ഡ്രസ്സ്. അതുകൊണ്ട് ബാബു സാജിൻ തേക്കിൽ നിന്നുള്ള ബാബ് തേക്കിനാലുള്ള ബാബ് പട്ടിനാലുള്ള സൗബ് ഇരുമ്പിനാലുള്ള ഖാത്തം. മനസ്സിലായി? അപ്പൊ അതാണ് നിബന്ധന. എന്താവണം? മുദാഫിലേക്ക് കുല്ലായിരിക്കും അല്ല ജിൻസായിരിക്കും മുദാഫിന്റെ അർത്ഥം. ബി ഖിലാഫി നഹ്വി യദു സെയ്ദിന് എതിരായിക്കൊണ്ട് അത് പറ്റൂല്ല. യദു സെയ്ദിൻ എന്താണ്? യദു സെയ്ദിൻ എന്നുള്ളത് രണ്ട് നിബന്ധന ഉണ്ട്. നമ്മൾ നേരത്തെ രണ്ട് നിബന്ധന പറഞ്ഞു. എന്താണ്? കുല്ലാവണം, അതേപോലെ തന്നെ ആ മുദാഫിലേഹി ആയ കുല്ല് അതുകൊണ്ട് നമുക്ക് മുദാഫിനെ തൊട്ട് ഖബർ പറയാൻ പറ്റണം. നേരെ മറിച്ച് ഇവിടെ യദു സെയ്ദിൻ പറഞ്ഞപ്പോഴത്തെ പറഞ്ഞു യദു സെയ്ദിന്റെ കൈ എന്ന് പറയുമ്പോൾ സെയ്ദ് ഒരു കുല്ലാ നിൽക്കാലോ, ആ സെയ്ദിന്റെ ഒരു ജുസ് ആണല്ലോ യദ്. അപ്പോ ഇത് സെയ്ദ് മിന്നിന്റെ മാനാക്ക് പറ്റുമോ? പറ്റൂല. അതിന്റെ കാരണം ഫൈനഹു തീർച്ചയായും കാര്യം ലാ യസിഹു
സഹീഹാവുകയില്ല യുഖ്ബർ അനിൽ യദി യദിനെ തൊട്ട് ഖബർ പറയൽ ബി അന്നഹാ സെയ്ദുൻ ആ സെയ്ദാകുന്നത് ആ ബി അന്നഹ ആ യദാകുന്നത് സെയ്ദാകുന്നു അങ്ങനെ പറയാൻ പറ്റും നമുക്ക് യദുൻ യദാ അൽ യദു യദാകുന്നു അല്ലെ യദുൻ യദാകുന്നത് സെയ്ദാകുന്നു അത് പറയൂലല്ലോ അത് ശരിയാവില്ല അപ്പം അത് പറ്റൂല ഔ അല്ലെങ്കിൽ എന്താവുക ഔ തകൂന അല മാന ഫീൻ്റെ മാനാക്ക് വരും ഇതൊക്കെ മാനവിയ ഇദാഫത്തിലാണ് പറയുന്നത് 3 ടൈപ്പ് വദാലിക ഫീൻ്റെ സർഫിയ എന്ന് പറയും അപ്പം ലാമിൻ്റെ ലാമിയ മിന്നിൻ്റെ ബയാനിയ ഫീൻ്റെ സർഫിയ എന്ന് പറയും അപ്പോൾ എന്താ ഫി വദാലിക അതപ്പോൾ ഇതാ കാലൽ മുദാഫിലേഹി സർഫൻ ലിൽ മുദാഫിൻ്റെ സർഫായിരിക്കും ഇതുപോലെ മക്റുൽ ലൈലി ഖുർആനിൽ പറഞ്ഞല്ലോ രാത്രിയിലുണ്ടാക്കിയ കുതന്ത്രം രാത്രിയിൽ നടത്തിയ കുതന്ത്രം എന്നർത്ഥം മക്റുൽ ലൈലി രാത്രിയിൽ മക്റുൻ ഫിൽ ലൈലി എന്നർത്ഥം വശഹീദുദ്ദാർ വീട്ടിൽ ഷഹീദായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയല്ലോ വീട്ടിൽ ഷഹീദായ ഷഹീദുദ്ദാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഷഹീദായാണ് ഷഹീദും ഫിദ്ദാരി എന്നർത്ഥം കണ്ടോ അപ്പം എന്താ ഈ മുദാഫ് ഇലൈഹി സർഫായിരിക്കും മുദാഫിൻ്റെ മക്റുൻ ഫിൽ ലൈൽ സർഫാണല്ലോ ദാർ ഫിദ്ദാരി സർഫ് മക്കാൻ വതുസമ്മ ഹാദിഹിൽ ഇദാഫത്തു ഈ ഇദാഫത്തിനെ പേര് വിളിക്കപ്പെടും ബി അഖ്സാമിഹ അതിൻ്റെ കിസ്മുകളോട് കൂടെ തന്നെ മഅനവിയ അതിൻ്റെ ഇദാഫത്തിൻ്റെ അക്സാമുകൾ കൊണ്ട് തന്നെ കൂടെ തന്നെ അതിനെ പേര് വിളിക്കും മാനവിയ ഇദാഫത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞു. മാനവിയ എന്ന് പറയാൻ കാരണം എന്താണ്? ആ മുദാഫിനെ മാരിഫിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ട് എന്താണ് മാരിഫാകുന്നുണ്ട്, അല്ലെങ്കിൽ നഖിലേക്ക് ഇദാഫത്ത് ചെയ്യുന്നുണ്ട്, ഖുസൂസിയത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. അവിടെ പറയുന്നില്ല ഈ കാരണം മന്നഹ ഈ ഇദാഫത്ത് തുഫീദ് അമ്രൻ മാനവിയ ഒരു കാര്യത്തെ അറിയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു. വഹു അതെന്താ? കൗനുഹ അത് ആ ഇദാഫത്ത് ആവലാണ് ഇമ്മാലി താരീഫ്, ഒന്നുകിൽ താരീഫിന് വേണ്ടിയായിരിക്കും. അപ്പോൾ എപ്പോൾ ഇതാക്കാനൽ മുദാഫിലേഹി മാരിഫത്തൻ മുദാഫിലേഹി മാരിഫാവുമ്പോൾ ആ നക്കിറായ ഗുലാം എന്താ മാരിഫായി മാറി. മാരിഫാകുമ്പോൾ അതിലേക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ ആ ഗുലാം അഥവാ സെയ്ദിൽ ഇദാഫത്ത് ചെയ്യുമ്പോൾ സെയ്ദ് മാരിഫാണല്ലോ മുദാഫിലേഹി, അതിലേക്ക് നമ്മൾ ഒരു നെക്കിറനെ വെച്ചെടുത്തു, ഗുലാം വെച്ചെടുത്തു, അപ്പോൾ അതെന്തായി മാരിഫായി മാറി. അതാണ് മാനവിയ ഒരു ഫായിദാണത്. ക ഗുലാമു സെയ്ദിൻ പോലെ കണ്ടോ, ക ഗുലാമു സെയ്ദിൻ, ക ഗുലാമി സെയ്ദിൻ എങ്ങനെ പറയാം, ഗുലാമു സെയ്ദിൻ പോലെ. അല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ അവി തഖ്സീസ് അല്ലെങ്കിൽ ഒരു ഖുസൂസിയത്ത് പ്രത്യേകത കിട്ടുന്നത് തനി നെക്കിറ നാട്ട് മാറുന്നത്. ഒരു തഖ്സീസ് ഒരു എന്തായാലും ഒരു പ്രത്യേകത കിട്ടും, ഒരു തഖ്സീസിന് വേണ്ടിയാണ്. അതെപ്പോൾ ഇതാക്കാനൽ മുദാഫിലേഹി നെക്കറാകുമ്പോഴാണ്. ക ഗുലാമു റജുലിൻ്റെ ഗുലാം. അപ്പോൾ അല്ലെങ്കിൽ ഗുലാം അബിമ്രാത്തിൻ എന്നറിയാം. അപ്പോൾ ഉംറത്തിൻ്റെ ഗുലാം, അപ്പോൾ ഗുലാമിന് എന്താ ഒരു ഖുസൂസിയത്ത് കിട്ടി. വെറും ഗുലാം എന്ന് പറയുക ആരെ കുട്ടിയാവാലോ, റജുലിൻ്റെ ഉംറത്തിൻ്റെ ആരതും ആവാം, തനി നെക്കിറ. അപ്പോൾ അതിന് നമ്മൾ റജുലിനോ ഉംറത്തിനൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത കിട്ടി. റജുലിൻ്റെ ഗുലാമാണ് ഇമ്രാത്തിൻ്റെ അല്ലാന്ന് കിട്ടി, ഇമ്രത്തിലേക്ക് വെക്കുകയാണെങ്കിൽ റജുലിൻ്റെ അല്ലാന്ന് കിട്ടി. ഇങ്ങനെ ഒരു ഖുസൂസിയത്ത് കിട്ടും. ഇനി അപ്പോൾ മാനവിയ കഴിഞ്ഞ് നോക്കി. വൽ ഖിസ്മുസാനി രണ്ടാമത്തെ ഖിസ്മാകുന്നത്, ആദ്യത്തെ ഖിസ്മ പറഞ്ഞു മാനവി. ഇനി ലഫ്ദിനെ കുറിച്ചാണ്. അയ്യക്കൂനൽ മുദാഫ് ആവുക, വസ്ഫാവുക. വൽ മുദാഫിലേഹി മാമൂലൻ ലഹു, ആ വസ്ഫിൻ്റെ മാമൂലാവുക. അഥവാ ചിലപ്പോൾ അതിൻ്റെ ഫായിലായിരിക്കും, അല്ല അതിൻ്റെ നായിബ് ഫായിലായിരിക്കും, ഇങ്ങനെ വരും. മനസ്സിലായോ? ഉദാഹരണം പറയും മനസ്സിലാവും. ഇതിലേക്കാണ് അഷാറ ബി ഖൗലിഹി, തൻ്റെ കൗല് കൊണ്ട് മുസന്നിഫ് ഇഷാറത്താക്കി. ഔ യുഖ്ഫദു അല്ലെങ്കിൽ ജർറ് ചെയ്യപ്പെടും ബി ഇദാഫത്തിൽ വസ്ഫിനെ ഇദാഫത്ത് ചെയ്തുകൊണ്ട്. എങ്ങനത്തെ വസ്ഫാണ്? അൽ കാഇനി ആയിട്ടുള്ള ബിമാനൽ ഹാലി അവൽ ഇസ്തിഖ്ബാലിൻ്റെയോ ഹാലിൻ്റെയോ മാനയിലായിട്ടുള്ള കായിനായ വസ്ഫിനെ ഇദാഫത്ത് ചെയ്യൽ കൊണ്ട് എങ്ങോട്ടില്ല? മാമൂലിഹി, അതിൻ്റെ മാമൂലിലേക്ക്. ബട്ട് എന്തുകൊണ്ടാണ് ഹാലിൻ്റെ ഇസ്തിഖ്ബാലിൻ്റെ മാന വളരെ മാദിൻ്റെ മാനായ പിന്നെ പറ്റൂല, മാദിൻ്റെ മാനായ പിന്നെ അതിന് മാമൂല് അതിൻ്റെ വസ്ഫിന് അതിൻ്റെ മാമൂലിലേക്ക് എന്ന് പറയൂല. ദാരിബു സെയ്ദിൻ അംസി എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് അവിടെ നമുക്ക് അവിടെ അതിൻ്റെ വസ്ഫിനയുടെ മാമൂലിലേക്ക് ഇദാഫത്ത് എന്ന് പറയൂല. അത് മാനവിയായ ഇദാഫത്തിലാപ്പെടുക, അത് ലഫ്ദിയിലല്ല മാനവിയായ ഇദാഫത്തിലാപ്പെടുക. അതുകൊണ്ടാണ് ഹാലിൻ്റെ മാനക്ക് വരണം. ഇപ്പോൾ വസ്ഫ് അല്ലില്ലാതെ വസ്ഫ് അമലിച്ച് കിട്ടിയപ്പോഴാണ് ഭൂരിഭാഗം അഭിപ്രായം അനുസരിച്ച് അത് വരുന്ന സന്ദർഭം ഹാല് നക്കിറ, ഹാല് സിഫത്ത് ഖബറൊക്കെ ആയിട്ട് വരാറില്ലേ, അല്ലെ മാക്കബിൽ ഇസ്തിഫാം പോയിട്ട് വരിക നമ്മൾ തക്കുനിസാനൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അല്ലില്ലാത്ത വസ്തുവിന് അമല് കിട്ടിയപ്പോഴാ ഹാലിൻ്റെയോ ഇസ്തിഖ്ബാലിൻ്റെ മാനമാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാദിൻ്റെ മാന പറ്റൂല. പറ്റുമെന്ന് പറഞ്ഞാൽ ചില്ലറ അഭിപ്രായക്കാരൊക്കെ ഉണ്ട്, ഭൂരിഭാഗത്തിൻ്റെ അടുക്കലും പറ്റൂല.
അപ്പോൾ അതാണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം. ഔ യുഖ്ഫദ് അല്ലെങ്കിൽ ജർറു ചെയ്യപ്പെടും ബി ഇദാഫത്തിൽ വസ്ഫി വസ്ഫിനെ ഇദാഫത്ത് ചെയ്യൽ കൊണ്ടൽ കാഇനി ഉണ്ടായ ആയിട്ടുള്ള ബിമാനൽ ഹാലി വിൽ ഇസ്തിഖ്ബാൽ ഇസ്തിഖ്ബാലിന്റെയോ ഹാലിന്റെയോ മാനയിൽ കാഇനായ ആയിട്ടുള്ള വസ്ഫിനെ ഇദാ ചേർക്കൽ കൊണ്ടില്ല മാമൂലി അതിന്റെ മാമൂലിലേക്ക്. വഹുവ ഇതും ഐദൻ സലാസത്തു അഖ്സാം 3 ഖിസ്മാണ്. നോക്കുക അഹദു ഹാദിൽ ഒന്ന് ആ ഖിസ്മുകൾ ഒന്ന് ഏതാ അയ്യക്കൂന ഈ വസ്ഫാവുക അയ്യക്കൂന വസ്ഫാവുക ഇസ്മഫായിലാവുക അഥവാ മുദാഫായ വസ്ഫ് എന്താവുക ഇസ്മഫായിലാവുക. കദാരിബു സെയ്ദിൻ അൽ ആൻ കണ്ടോ ദാരിബു ഇസ്മഫായിലാണ്. സെയ്ദിനെ അടിക്കുന്നവൻ അൽ ആൻ ഇപ്പോൾ അടിക്കുന്നവൻ എന്നാ. ഇവിടെ ദാരിബൻ അപ്പോൾ മാരിഫൽക്ക് ഇദാഫത്ത് ചെയ്താലും ഇവിടെ എന്തില്ല ഒരു മാനവീയായ ഒരു ഫായിദ കിട്ടുന്നില്ല. അഥവാ അവിടെ താരീഫ് ദാരിബിന് ഒരു താരീഫ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ ഇവിടെ ശരിക്കും വെറും ലഫ്ദിയായ നിൽക്കുള്ളൂ. ഒരു എന്താ ഇപ്പം നമ്മൾ ദാരിബുൻ സെയ്ദൻ എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു എളുപ്പം കിട്ടുമല്ലോ. അത് ദാരിബുൻ സെയ്ദൻ പറയുന്നതിന് എളുപ്പമാണ് ദാരിബു സെയ്ദിൻ. അങ്ങനെ ഒരു തഖ്ഫീഫ് മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ. ഇതൊരു ഇൻഫിസാൽ വേറിട്ട് മുദാഫിലേഹിൻ്റെ ഇടയിൽ ഒരു ഇൻഫിസാൽ വേറിട്ടിക്കുന്ന തഖ്ദീറില്ല. അഥവാ അപ്പോൾ പറയുകയാണെങ്കിൽ ഹാദ ഇവൻ ദാരിബുൻ സെയ്ദൻ എന്ന് പറയുന്ന പോലെ തന്നെ വേറിട്ടുള്ള അവസ്ഥയിലാണ്. ഔ ഗദൻ അല്ല നാളെ അടിക്കുന്നവൻ. വക ബാലിഗൽ കഅബ കഅബയിൽ എത്തിയതായ ആ ഹദിയൻ സിഫത്തായിട്ട് പറഞ്ഞല്ലോ ഫി ഖൗലിഹി തആല ഹദിയം ബാലിഗൽ കഅബ ഹദിയായിട്ട് ബാലിഗൽ കഅബ കഅബയിൽ എത്തുന്ന മനസ്സിലായോ. അപ്പോൾ ഹദിയനെ സിഫത്തായിട്ട് തന്നെ പറഞ്ഞു. നോക്കി നിങ്ങൾ ഇവിടെ ബാലിഗൽ കഅബ ബാലിഗന അൽ കഅബ എന്നൽ മാരിഫൽ ഇദാഫത്ത് ചെയ്തു. പക്ഷെ അത് ഹാലായിട്ട് വന്നിട്ട് അതെന്താണ് ഹാലല്ല വസ്ഫായിട്ട് വന്നു സിഫത്തായിട്ടാണ് വന്നത്. മാരിഫേൽക്ക് കഅബ എന്ന മാരിഫേൽക്കല്ല ബാലിഗൻ ഇദാഫത്ത് ചെയ്തത്. പക്ഷേ അത് ഹദിയൻ എന്നതിൻ്റെ സിഫത്താണ്. നെക്കറൊക്കെ സിഫത്തായിട്ട് വന്നു. അപ്പോൾ എന്താ എന്തുകൊണ്ടാണത് അത് താരീഫ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ബാലിഗൽ കഅബ ഫി ഖൗലി തആല ഹദിയം ബാലിഗൽ കഅബ എന്താണ് ഹദിയൻ ബലിമൃഗമായിക്കൊണ്ട്. എങ്ങനെ ബാലിഗൽ കഅബ കഅബത്തിലെത്തുന്ന ബലിമൃഗമായിക്കൊണ്ട്. അപ്പോൾ ഹദിയൻ എന്ന നെക്കറൊക്കെ സിഫത്ത് പറഞ്ഞു ബാലിഗ. അത് എന്തുകൊണ്ടാണ് കഅബയിലേക്ക് ഇദാഫത്ത് ചെയ്താൽ അവിടെ ലഫ്ദിയ ഇദാഫത്താണ് മാരിഫ് കിട്ടാത്തത് കൊണ്ടാണ്. വസ്സാനി രണ്ടാമത്തേത് ഇപ്പോൾ ഒന്നെന്താ ഇസ്മുഫായിലാവുക ആ വസ്ഫ് അയ്യക്കൂന എന്താ ആ മുദാഫ് അഥവാ മുദാഫായ വസ്ഫ് ആവുക ഇസ്മ മഫൂലാവുക. നോക്കി നിങ്ങൾ കമുറവ്വഉൽ ഖൽബി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ വസ്ഫിനെ മാമൂലേക്ക് ഇദാഫത്ത് മനസ്സിലായല്ലോ. ദാരിബു സെയ്ദിൻ എന്ന വസ്ഫിന് അതിൻ്റെ മാമൂൽ ഏതാ മുദാഫ് മഫ്ഊലിലേക്ക് ഇദാഫത്ത് ചെയ്യുക ദാരിബു സെയ്ദിൻ പിടിട്ടോ. എന്നതുപോലെ ഇവിടെ നോക്കി നിങ്ങൾ മുറവ്വഉൽ ഖൽബി മുറവ്വഉൻ എന്ന് പറഞ്ഞാൽ റവ്വഅ മുറവ്വഉൻ ഭയപ്പെടുത്തപ്പെട്ട ഹൃദയം ഭയപ്പെടുത്തപ്പെട്ടത്. അപ്പോൾ ഖൽബ് എന്താ നായിബ് ഫായില. അപ്പോൾ നായിബ് ഫായിലേക്ക് മാമൂലിലേക്ക് മുറവ്വ എന്ന വസ്ഫിന് ഇദാഫത്ത് ചെയ്തു. അപ്പോൾ സ്വന്തം പറയുമ്പോൾ എങ്ങനെയാ പറയുക മുറവ്വഉൻ ഖൽബുഹു തൻ്റെ ഖൽബ് ഭയമാക്കപ്പെട്ട പിടിട്ടോ. അതേപോലെ മഅമൂർ ദാരിൽ ആൻ മഅമൂർ ഉണ്ടോ ഇപ്പോൾ മഅമൂർ നിർമ്മിക്കപ്പെട്ട അദ്ദാർ മഅമൂർ അമറ യാമൂർ ഉണ്ടാക്കുക പറയല്ലോ ഒരു മാന. അപ്പം മഅമൂറുൻ ഉണ്ടാക്കപ്പെട്ടത് അദ്ദാറു ശരിക്കും മഅമൂറുൻ അദ്ദാറു ഉണ്ടാക്കപ്പെട്ടത് അദ്ദാറ് വീട് എന്നാ. അപ്പം മഅമൂറുദ്ദാരി ഉണ്ടാക്കപ്പെട്ട വീട് മഅമൂർ ഉണ്ടാക്കപ്പെട്ട വീട്. അപ്പോൾ അതിൻ്റെ നായിബ് ഫായിലാണ് അദ്ദാറ് മഅമൂറുൻ ഉണ്ടാക്കപ്പെട്ടത് അദ്ദാറ് വീട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മാമൂലായ നായിബ് ഫായിലേക്കുള്ള ഇദാഫത്താണ്. അൽ ആൻ ഔ ഗദൻ നമ്മൾ പറഞ്ഞത് ഹാലിൻ്റെയോ അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിൻ്റെ മാനാവണം. അപ്പോൾ അങ്ങനെ എന്തായി അപ്പോൾ അതങ്ങനെയായി ഇസ്മഫൂലായി. ഇനി ഔ വസ്സാലിസ് മൂന്നാമത്തെ യക്കൂന ആ മുദാഫ് വസ്ഫ ആവുക സിഫത്തൻ മുശബ്ബഹത്തൻ സിഫത്ത് മുശബ്ബഹാവുക കഅസീമുൽ അമലി വഹസുനൽ വജ്ഹി പോലെ അസീം ഹസന് അസീമൊക്കെ സിഫത്ത് മുശബ്ബഹല്ലേ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള അമലി വജ്ഹ് എന്താണ് അത് ഫായിലാണ് മനസ്സിലായോ. അപ്പോൾ മുഖം നന്നായവൻ മനസ്സിലായോ ഹസനുൽ വജ്ഹി. അപ്പോൾ അതിൻ്റെ ഫായിലേക്ക് അഥവാ മാമൂലിലേക്ക് വസ്ഫിന് ഇദാഫത്ത് ചെയ്തു. ആഗ്രഹം അസീം വലുതായത് വലിയതായ ആഗ്രഹം അസീം വലുതായവൻ വലുതായത് എങ്ങനത്തെ അമലാണ് ഫായിലാണ്. അപ്പോൾ ആഗ്രഹം വലുതായത്. അതുപോലെ ഹസനുൽ വജ്ഹ് മുഖം നന്നായത് അല്ലെങ്കിൽ മുഖം നന്നായത്
അതുപോലെ തന്നെ അമലി അസീമായത്, വലുതായത്, ഇങ്ങനെ പറയാം. അപ്പോൾ അത് സിഫത്ത് മുഷബ്ബഹിന് അതിൻ്റെ ഫായിലേക്ക് ഇദാഫത്ത്, വസ്തുന മാമൂലിലേക്ക് ഇദാഫത്താണ്. വഹാദിഹിൽ ഇദാഫത്തു, ഈ ഇദാഫത്തിനെ തുസമ്മ പേര് വിളിക്കപ്പെടും ലഫ്ദിയത്തൻ, ഇദാഫ ലഫ്ദിയ എന്ന് പറയും. കാരണം അന്നഹ, ഈ ഇദാഫത്ത് തുഫീദു അമ്രൻ ലഫ്ദിയ, അവരും ലഫ്ദിയായ പദപരമായ ലഫ്ദിയായ ഒരു കാര്യത്തെ അറിയിക്കുന്നുള്ളൂ, മാനവിയാനെ അറിയിക്കുന്നില്ല. കാരണം അന്നഹ, തീർച്ചയായും ഈ ഇദാഫത്ത് ജി അബിഹ, അഥവാ ഈ ഇദാഫത്തിനെ കൊണ്ടുവരപ്പെട്ടത് ലി മുജറദി തഖ്ഫീഫി, വെറും ഫിൽ ലഫ്ദ്, ലഫ്ദിൽ വെറും ഒരു തഖ്ഫീഫ്, ഒരു ലഘൂകരണത്തിന് വേണ്ടി മാത്രം. അലാത്തറ ഇങ്ങി കാണുന്നില്ലേ അന്ന കൗലൊക്കെ, തീർച്ചയായും നിന്റെ കൗല് ദാരിബു സെയ്ദിൻ എന്നുള്ളത് അഹഫു, ഒന്നുകൂടി ലഘുവാണല്ലോ, മിൻ കൗലിക്ക ദാരിബുൻ സെയ്ദൻ എന്ന് പറയുന്നതിന്റെ കൗലിനേക്കാൾ ഒന്നുകൂടി എളുപ്പമായതേതാ, അഹഫായതേതാ, ദാരിബു സെയ്ദിൻ. അപ്പൊ ലഫ്ദിൽ ഒരു സുഖം കിട്ടാൻ വേണ്ടി എന്നർത്ഥം. വക്കതൽ ബാക്കി പ്രകാരം തന്നെയാണ് ബാക്കിയുള്ളതും. വലാ തുഫീദു താരീഫൻ വലാ തഖ്സീസ്, അത് താരീഫിനെയോ തഖ്സീസിനെയോ ഫായിദ ചെയ്യിപ്പിക്കൂല. വലിഹാദ, കണ്ട നേരത്തെ പറഞ്ഞില്ല, ഇക്കാരണത്താലാണ് സ്വഹീഹാകും വസ്ഫു നക്കിറത്തി, നക്കിറക്ക് വസ്ഫു പറയൽ ബിഹി, ഈ ലഫ്ദിയായ ഇദാഫത്ത് കൊണ്ട്. മനസ്സിലായോ? ലഫ്ദിയായ ഇദാഫത്ത് കൊണ്ട് നക്കിറക്ക് വസ്ഫു പറയാം. ഫി നഹ്വി, ഇതുപോലെ ഹദിയം ബാലിഗൽ കഅബ, ഹദിയൻ എന്നുള്ളതിന്, ഹദിയൻ എന്നുള്ളത് ഹാല് മഫ്ഊൽ മുത്ലഖ് എന്ന ഇറാബുണ്ട്. ഈ ഹദിയന്റെ നെക്ക് സിഫത്തായിട്ടാണ്, ഹദിയം എന്താണ്, നെക്റാണല്ലോ, അതിന്റെ സിഫത്തായിട്ട് ബാലിഗൽ കഅബ, കഅബയിൽ എത്തിച്ചേരുന്ന എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കി നിങ്ങൾ, ബാലിഗൽ കഅബ, അൽ കഅബ മാരിഫൽക്ക് ഇദാഫത്ത് ചെയ്തു. മാരിഫൽക്ക് ഇദാഫത്ത് ചെയ്താൽ അത് നമ്മൾ മറ്റാകുമ്പോൾ എന്താ ശരിക്കാ വേണ്ടിയത്, മാനവിയ, അത് മുദാഫ് മാരിഫാവും. അപ്പോൾ മാരിഫാവുമ്പോൾ ഹദിയ എന്ന നെക്കറെ കുറിച്ച് വസ്തു പറയാൻ പറ്റുമോ? പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താ ഇപ്പോൾ ബാലിക, ഇവിടെ എന്താണ്, ഇപ്പോൾ ഇവിടെ ഇതാ ലഫ്ദിയാണ്, അത് മാരിഫ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നെക്കറക്ക് ഈ സിഫത്ത് പറഞ്ഞത്. മാരിഫാകണേ പറ്റൂലായിരുന്നല്ലോ. വുഖൂഹു, അതുപോലെ തന്നെ അത് സംഭവിക്കും, ഹാലായിട്ട് സംഭവിക്കും. നെക്കറാണല്ലോ ഹാലായിട്ട് വരിക. നോക്കി, ഫീ നഹ്വി സാനിയ ഇത്ഫിഹി, കണ്ട സാനിയ തീന്ന ഇത്ഫി, തൻ്റെ തോൾഭാഗം തിരിച്ചവനായ നിലയിൽ, സാനിയ ഇത്ഫിഹി, കണ്ട മാ ഇദാഫത്തിഹിമ, ഇവ രണ്ടും ഇദാഫത്ത് ചെയ്യലോടുകൂടെ, ഇവ രണ്ടു സാനിയ എന്നുള്ളതും ബാലിഗ എന്നുള്ളതും ഇവ രണ്ടും ചേർക്കലോട് കൂടെ, മാരിഫയിലേക്ക് ചേർക്കലോട് കൂടെ തന്നെ നമുക്കിവിടെ ഹാലായിട്ട് നെക്റായിട്ടൊക്കെ സിഫത്തായിട്ടൊക്കെ പറയാൻ പറ്റി. കണ്ട, അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ സാനിയ ഇത്ഫിഹി എന്നുള്ളത്, സാനിയ ഇദാഫത്ത് ഇത്ഫിഹി എന്നാണ്. പക്ഷെ ഇത്ഫ് ആറഫുൽ മാരിഫ് ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ഫ് മാരിഫാണല്ലോ. പക്ഷെ മാരിഫൽക്കാണ് ഇദാഫത്ത് സാനിയ. മറ്റേതും അൽ കഅബ മാരിഫൽക്ക് ഇദാഫത്ത്. പക്ഷെ അതൊന്നും താരീഫ് കിട്ടൂല. അതുകൊണ്ട് തന്നെ അവകള് നെക്കറക്ക് വസ്തും പറയാൻ പറ്റും, ഹാലായിട്ട് വരാൻ പറ്റും. ഹാലി നെക്കറാണുണ്ടാവുക. നോക്കുക ഇനി മറ്റു നിബന്ധനകൾ അതുമായി ബന്ധപ്പെട്ട. വല തുജാമിഉൽ ഇദാഫത്ത്, ഇദാഫത്ത് യോജിക്കുകയില്ല തെൻവീനോട് യോജിക്കൂല. കാരണം എന്താ, അന്ന തെൻവീന, തീർച്ചയായും തെൻവീൻ എന്ന് പറഞ്ഞാൽ അത് തദുല്ലു അലൽ ഇൻഫിസാൽ, അത് ഇൻഫിസാലിനല്ല അറിയിക്കുന്നത്, വേറിട്ടുക എന്നുള്ള ഇൻഫിസാലിനെ അറിയിക്കുന്നത്. വൽ ഇദാഫ എന്നുള്ളതോ അത് ചേർന്നിക്കല്ലേ, തദുല്ലു അലൽ ഇത്തിസാൽ, അത് ഇത്തിസാലിനാണ് ചേർന്നിക്കാന്ന് അറിയിക്കുന്നത്. അപ്പൊ ഫലാ യുജ്മഉ ബൈനഹും, അവ രണ്ടിനിടയിൽ ഒരുമിച്ച് കൂട്ടപ്പെടൂല. അതുപോലെ തന്നെ ഇദാഫത്ത് അടുക്കൂല. വല നൂനിനോടും ഇദാഫത്ത് അടുക്കൂല. എങ്ങനത്തെ നൂന, താലിയത്തല്ലിൽ ഇറാബി, ഇറാബിനോട് പിന്തുടരുന്ന, ഇറാബിനെ പിന്തുടർന്ന താലിയാക്കുന്ന, ഇറാബിനോട് പിന്തുടർന്ന നൂനോടും ഈ ഇദാഫത്ത് ആണ് യോജിക്കൂല. അത് ഫിൽ ഇറാബ് എവിടെ, ഫിൽ മുസന്നയിൽ, വൽ മജ്മുഇ ജമ്മിലും, അല ഹദ്ദിഹിയ, മുസന്നന്റെ ഹദ്ദിലുള്ള മജ്മു അതേതാ, ജമ്മു ദക്കർ സാലിം. അപ്പൊ ജമ്മു ദക്കർ സാലിമിലും മുസന്നയിലും ഇദാഫത്ത് ചെയ്യുമ്പോൾ നൂന കളയണം എന്നർത്ഥം. ദാരിബാ സെയ്ദിൻ വ ദാരിബൂ സെയ്ദിൻ എന്ന് പറയൂ, അല്ലാണ്ട് ദാരിബാനി സെയ്ദിൻ ദാരിബൂന സെയ്ദിൻ എന്ന് പറയൂല. അപ്പൊ നൂന കളയണം. നബി ഖിലാഫി നൂനിൽ മുഫ്രദുള്ള നൂനെതിരായിക്കൊണ്ട് ജമ്മി തക്സീറിലെ ജമ്മിന്റെയും മുഫ്രദുള്ള നൂനും അതൊന്നും എന്തല്ല, അത് ഇറാബിന്റെ താലിയല്ല ഒന്നും പിടിയിട്ട്, മറിച്ച് ഇറാബ് അയിന താലിയാണ്. മനസ്സിലായോ? അതിന്റെ മേലല്ലേ വരിക. മറ്റേത് മുസന്നേലത്തെ പോലെ അല്ലല്ലോ. ഏതുപോലെ, കശൈത്താനിൻ പോലെ, വശയാത്തീന പോലെ, ഫഇന്നഹ തീർച്ചയായും. അപ്പോൾ ഫഇന്നഹ തീർച്ചയായും ഈ ഇദാഫത്ത് എന്താ, തുജാമിഉഹുമ ഇവ രണ്ടിനോടും, ഫഇന്നഹ അപ്പോൾ ഈ ഇദാഫത്ത് തുജാമിഉഹുമ ഇവ രണ്ടിനോടും, അഥവാ മുഫ്രദിലെ നൂനോടും ജമ്മു തക്സീറിലെ നൂനോടും ദെയ്യും യോജിക്കുന്ന അർത്ഥം. നഹ്വു ഷയാത്തീനൽ ഇൻസി. അതെന്താ കാരണം, കാരണം അന്നഹ ഇവകള്, ഈ ഇദാഫത്ത് അന്നഹ ഇദാഫത്ത് ഗൈറു
അഫ്വൻ ഇദാഫത്തല്ല, ഈ നൂനെ കുറിച്ചാണ് പറയുന്നത്. ലി കാരണം മന്നഹ ഈ നൂന് ഏത് മുഫ്രദിലെയും തക്സീറിലെയും നൂനുണ്ടല്ലോ, അത് ഗൈറു താലിയത്തിൽ ഈറാബ്, ഈറാബിനോട് താലിയല്ല, പിന്തുടരുന്നതല്ല. ബൽ മറിച്ചൽ ഈറാബ് താലില്ല, ഹാ ആ നൂനിനെ പിന്തുടരാണ് ചെയ്യുന്നത്. ഷയാത്തീന ഷയാത്തീനു ഷയാത്തീനി ഇങ്ങനെ പറയല്ല, മറ്റേത് അങ്ങനെയല്ല. അപ്പോൾ പറഞ്ഞ് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാണ്, ഇവിടെ താലിൻ തുടരാൻ അപ്പം നൂനിനോട് ഈറാബിനോട് തുടരുന്ന നൂനിനോട് യോജിക്കില്ല പറയുമ്പോൾ ഈറാബ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈറാബിൻ്റെ അലാമത്താണ്. ഈറാബിൻ്റെ അലാമത്ത് ഇപ്പം മുസ്ലിമൂന മുസ്ലിമീന, ഈറാബിൻ്റെ അലാമത്ത് യാവും വാവും അല്ലേ, അതിനോട് തുടർന്ന് വരികയല്ലേ ഏത് ഈ നൂന്. മുസ്ലിമാനിയും മുസ്ലിമൈനൊക്കെ പറയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ശേഷമുള്ള ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞ നൂനൻ തലിൽ ഇറാബ ഔ തൻവീന തലിൽ ഇറാബ, അഥവാ ഇറാബിൻ്റെ അലാമത്തിനോട് അടുക്കുന്ന മുസ്ലിമു, അത് തസ്നിയയിലും ജമ്മുലല്ലേ ഉള്ളൂ, മുസ്ലിമു വാവ് അതാണ് ഇറാബിൻ്റെ അലാമത്ത്. അപ്പോൾ അതിനോട് തുടർന്നല്ല വരുന്നത് ഏത് ഈ നൂന് മനസ്സിലായി, അതുകൊണ്ടാണ് അടുക്കൂല. മറ്റേതോ ഷയാത്തീന്, അതുപോലെ തന്നെ ഷയാത്തീന് ഷെയ്ത്താൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ മാക്കബിലുള്ള ഇറാബിൻ്റെ അലാമത്തല്ല, മറിച്ച് ഈൻ്റെ മേലാണ് എന്ത്, ഇറാബിൻ്റെ മേലല്ലേ വരില്ല. പിന്നെ ഷെയ്ത്താനുൻ ഷെയ്ത്താനിൻ നുൻ മനസ്സിലായോ, അതാണ് പറഞ്ഞത്. അതാണ് ബലിൽ ഇറാബു താലില്ലാഹ, ഇറാബ് ഈ നൂനെ താലിയാക്കും തുടരുക. മറ്റേത് എന്താ, ഇറാബിൻ്റെ അലാമത്തിനോട് ശേഷമായിരിക്കും വന്നത്, മുസ്ലിമൂ വാവിന് ശേഷം, മുസ്ലിമീ യാക്ക് ശേഷം, അതാണ് പറഞ്ഞത്. ഇനി ബാക്കി നോക്കാം. മുത്തലഖൻ, അപ്പോൾ ഇബ്നു ഹിശാമിൻ്റെതാണ്. വലാ തുജാമിൽ ഇദാഫത്തു തൻവീനൻ വലാ നൂനൻ താലിയത്തൽ ഇറാബി മുത്തലഖൻ. മുത്തലഖൻ എന്ന ബിലാ ഖൈദ്, ഇതിനൊരു ഖൈദും കൂടാതെ മുത്തലഖൻ എന്ന് പറഞ്ഞാൽ തെൻവീനിനെയും അതേപോലെ തന്നെ മുസന്നയിലെയും മജ്മൂഇലെയും നൂനെ, ആ നൂനിനെ കളയൽ ഒരു ഖൈദും ഇല്ലാണ്ട് നിരുപാധികം കളയും. പ്രത്യേകം ഖൈദൊന്നുമില്ല. തെൻവീനിനെയും മുദാഫുള്ള തെൻവീനിനെയും അതേപോലെ തന്നെ മുസന്നയിലെയും മജ്മൂഇലെയും നൂനിനെയും മുത്തലക്കൻ ഒരു ഖൈദും ഇല്ലാണ്ട് കളയും. പിടിട്ടോ. നേരെ മറിച്ച് മുദാഫിലെ അല്ലിനെ സംബന്ധിച്ച് ഇനി പറയണ്ട, അല്ല് ചില സമയത്ത് കളയൂല, ചില സമയത്ത് ഉണ്ടാവും, അതാണ് പറയുന്നത്. അപ്പോൾ ഇത് മുത്തലക്കൻ നിൽക്കുന്ന കളയും, അതാ പറഞ്ഞത്. മുത്തലക്കൻ മുത്തലക്കായി ബിലാ ഖൈദുൽ ഖൈദുല്ലാതെ പറഞ്ഞത്. നോക്കാം, ഇനി നോക്കാം, വിഷയം പറയുന്നുണ്ട്. വല തുജാമിഉ ഐദൻ, കണ്ടോ അടുത്തതിൽ മുത്തലക്കൻ എന്ന നിൽക്കല്ല. നോക്കാം. വല തുജാമിഉ, ഈ ഇദാഫത്ത് യോജിക്കുകയില്ല. ഐദൻ വീണ്ടും ഒരു ഇസ്മിനോട്, ഒരു മുദാഫിനോട്, ഫീഹി അതിലുണ്ട് അല്ലുള്ള മുദാഫിനോട് യോജിക്കൂല. ലി കാരണം അന്നൽ അലിഫ വല്ലാമ, തീർച്ചയായും അലിഫു വല്ലാമ് എന്ന് പറഞ്ഞാൽ താരീഫ്, രണ്ടും താരീഫ്, അലിഫുല്ലാമ് താരീഫിന് വേണ്ടിയുള്ളതാണല്ലോ. വലി ഇദാഫത്ത് ആവട്ടെ ലി താരീഫ് ഐദൻ, അതും ഇദാഫത്തും താരീഫിന് വേണ്ടിയാണല്ലോ. ഫലവ് കുൽത്തങ്ങി പറഞ്ഞ അൽ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞ ജമാഅത്തപ്പങ്ങി ഒരുമിച്ച് കൂട്ടും. അലൽ ഇസ്മി, ഒരു ഇസ്മിൻ്റെ മേലെ ബൈന താരീഫിന്, രണ്ട് താരീഫിനെ ഒരുമിച്ച് കൂട്ടും. അൽ ഗുലാമു പിന്നെ സെയ്ദിൻ, അല്ലും വന്ന് ഇദാഫത്ത്, അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരുമിച്ച് കൂട്ടും. വദാലിക ലാ യജൂസു, അത് അനുവദനീയമാവുകയില്ല. ഇല്ലാ ഫി ഖംസി മസാഇൽ, 5 മസലകൾ ഒഴികെ. അപ്പോൾ അവിടെ മുത്തലക്ക് അറിയാൻ പറ്റൂല, 5 മസലകൾ ഒഴിവാ. നോക്കാം, 5 മസലകൾ. ഇഹ്ദാഹ, അതിൽ ഒന്നാമത്തെ മസല, ഓരോന്ന് ശ്രദ്ധിക്കുക. ഇഹ്ദാഹ, അതിൽ ഒന്നാമത്തേത്. 5 മസലകൾ മുദാഫിൽ അല്ല് വരുന്ന സമയം പറയുന്നത് അതെവിടെ ഉള്ളൂ, ലഫ്ദിയായ ഇദാഫത്തിലേ ഉള്ളൂ. ലഫ്ദിയായ ഇദാഫത്തിലെ അല്ല് വരുന്ന പരിപാടിയുള്ളൂ, മാനവിയിലില്ല. നോക്കിക്കോളി. ഇഹ്ദാഹ, ആ 5 ഒന്ന്, ഐ യകൂനൽ മുദാഫ്, മുദാഫാവണം, വസ്ഫൻ വസ്ഫാവണം, മുസന്നയായ വസ്ഫാവണം. കമാഫി നഹ്വി, ഇതുപോലെ നഹ്വി അദ്ദാരിബാ സെയ്ദിൻ പോലോത്തതിൽ. അദ്ദാരിബ വസ്ഫാണല്ലോ. അദ്ദാരിബാ തസ്നിയ, അദ്ദാരിബാനി നൂനക്കളിൽ മുത്തലക്കൻ നമ്മൾ പറഞ്ഞു. അദ്ദാരിബാനി നൂനക്കളി. അദ്ദാരിബാ സെയ്ദിൻ, സെയ്ദിനെ അടിക്കുന്ന രണ്ടാളുകൾ, സെയ്ദിനെ രണ്ടാളുകൾ അടിക്കുന്നു, രണ്ടടിക്കുന്ന ആളുകൾ. സെയ്ദിനെ അദ്ദാരിബാന്നല്ലേ. വസാനിയത്തു, രണ്ടാമത്തേതായി യക്കൂന, ഒന്ന് മനസ്സിലായെങ്കിൽ എന്താ, മുസന്നാവുക. ഇത് വസ്ഫാവണം, മുസന്നയാവണം. വസാനിയത്തു, അപ്പോൾ അദ്ദാരിബാ സെയ്ദ് എന്ന് പറഞ്ഞു, മുദാഫിലല്ല് വന്നു. വസാനിയത്തു, രണ്ടാമത്തേതായി യക്കൂനൽ മുദാഫ്, മുദാഫാവണം. ജംഅ മുദക്കരിൻ സാലിമൻ, ജമ്മു മുദക്കർ സാലിമാവണം. നഹ്വ് നോക്കിക്കോളി. ഒന്ന് മുസന്നല്ല പറഞ്ഞ്, രണ്ടാമത്തേത് എന്താവുക, ജമ്മു മുദക്കർ സാലിമാവുക. നഹ്വു അദ്ദാരിബൂ സെയ്ദിൻ, അദ്ദാരിബൂ സെയ്ദിൻ, കണ്ട അദ്ദാരിബൂനായിരുന്നു. അദ്ദാരിബൂ ജമ്മു മുദക്കർ സാലിമാണ്. അദ്ദാരിബ് അല്ല് വന്നു. അദ്ദാരിബൂ സെയ്ദിൻ.
വസ്സാലിസത്തു മൂന്നാമത്തേത് യകൂനൽ മുദാഫ് ഇലൈഹി ആകണം ബിൽ അലിഫി വല്ലാം. മുദാഫ് ഇലൈഹി അലിഫ്ലാം ഉള്ളാവുക. അപ്പോൾ അലിഫ്ലാം ഉള്ളതിലേക്ക് നമുക്ക് ഒരു വസ്ഫാണ്, ഒക്കെ വസ്ഫാണ്. വസ്ഫൻ മുസന്നാവണം, പിന്നെ മുദക്കർ സാലിം, പിന്നെന്താവുക അയ്യക്കൂനൽ വസ്ഫാവും. കാരണം എന്താ വെച്ചാൽ ഇദാഫിയ ലഫ്ദിയ ഇദാഫത്തല്ലേ. അയ്യക്കൂനൽ മുദാഫ് ഇലൈഹി ആവുക ബിൽ അലിഫ് വല്ലാം. മുദാഫ് ഇലൈഹി അലിഫ്ലാം ഉണ്ടാവുക. നഹു അദ്ദാരിബുർ റജുലി, കേട്ടോ. മുദാഫ് ഇലൈഹി അർ റജുലി അല്ലുള്ളതാ. അപ്പോൾ മുദാഫിന് അല്ല് വന്നു അദ്ദാരിബുർ റജുലി, കണ്ടോ. വറാബിഅത്തു നാലാമത്തത് അയ്യക്കൂനൽ മുദാഫു ഇലൈഹി ആവുക. മുദാഫ് ഇലൈഹി എന്താവണം? മുദാഫൻ ഒരു ചേർക്കപ്പെട്ടതാവണം ഇലാ മാ ഒരു ഇസ്മിലേക്ക്, ഫീഹി ആ ഇസ്മിലുണ്ട് അൽ. അപ്പൊ അല്ലുള്ള ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടതാവുക മുദാഫ് ഇലൈഹി. മുദാഫ് ഇലൈഹിക്ക് അല്ലുണ്ടാവില്ല, പക്ഷെ ആ മുദാഫ് ഇലൈഹി അല്ലുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതായിരിക്കും. മനസ്സിലായോ? അയ്യക്കൂനൽ മുദാഫ് ആവുക. ഉദാഹരണം പറയും, എന്നിട്ട് നോക്കുക, വായിക്കുക. നഹു അദ്ദാരിബു റഅ്സിർ റജുലി, കണ്ടോ. റജുലിന്റെ തലക്കടിക്കുന്നവൻ. അദ്ദാരിബുർ റഅ്സിർ റജുലി. ഇനി നോക്കുക, ഞാൻ കായത് നോക്കി. അയ്യക്കൂനൽ മുദാഫ് ഇലൈഹി റഅ്സ, കണ്ടോ. മുദാഫ് ആവണം. അത് മുദാഫാണ് എങ്ങോട്ട്? ഇലാ മൗലിസ്മിലേക്ക്, അതായത് അർ റജുലി. ഫീഹി അൽ, അതിൽ അല്ലുണ്ട്, കണ്ടോ. അർ റജുലി. അപ്പോൾ അല്ലുള്ളേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ട മുദാഫ് ഇലൈഹി ആവുക. അപ്പോൾ അതിന്റെ മുദാഫായി വരുമ്പോൾ അദ്ദാരിബു, അല്ല് വന്നു, അദ്ദാരിബു മുദാഫിലി. വൽ ഖാമിസത്തു അഞ്ചാമത്തേതായി യകൂനൽ മുദാഫ് ഇലൈഹി ആവണം മുദാഫൻ ഇദാഫത്ത് ചെയ്യപ്പെട്ടതാവണം. എങ്ങോട്ട്? ഇലാ ദമീരിൻ, ഒരു ദമീറിലേക്ക്. എങ്ങനത്തെ ദമീർ? ആഇദിൻ, മടങ്ങുന്ന ദമീറാണ്. ഇലാ മാ ഒരു ഇസ്മിലേക്ക്, ഫിഹി അതിലുണ്ടൽ. അപ്പൊ അല്ലുള്ള ഇസ്മിലേക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാവണം മുദാഫ് ഇലൈഹി. നഹ്വ ഇതുപോലെ മറർത്തു ബിർ റജുലി, ഒരു റജുലിന്റെ അരികിലൂടെ ഞാൻ നടന്നു. അദ്ദാരിബി അടിക്കുന്നവനായ, ഗുലാമിഹി മറർത്തു ബിർ റജുലി ദാരിബി ഗുലാമിഹി, തന്റെ കുട്ടിയെ അടിക്കുന്നവനായ റജുലിന്റെ അരികിലൂടെ, കണ്ടോ. അപ്പൊ അദ്ദാരിബ് ഇവിടെ മുദാഫ് ഏതാ? അദ്ദാരിബ്, കണ്ടോ. അദ്ദാരിബിന് അല്ല് വന്നത് എന്തുകൊണ്ടാ? അതിന്റെ ചേർക്കപ്പെട്ട ഇത് എന്താണ്? അതിന്റെ മുദാഫ് ഇലൈഹി എന്താണ്? ഗുലാം. ആ മുദാഫ് ഇലൈഹി എന്തായി? ആ അല്ലുള്ളയിലേക്ക് മടങ്ങുന്ന, റജുലിക്ക് മടങ്ങുന്ന അർ റജുൽ, അല്ലുള്ളയിലേക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ് ഗുലാം, കണ്ടോ. അപ്പോൾ മറത്തു ബിർ റജുലി ദാരിബി ഗുലാമിഹി, മറ്റു അദ്ദാരിബ് അല്ല് വന്നു. അങ്ങനെ 5 സ്ഥലങ്ങളാണ്. 5 സ്ഥലങ്ങൾ ഓർമ്മ ഉണ്ടാവണം. ഏതാ 5 സ്ഥലം ഒന്നുകൂടി പറയാം. അയ്യക്കൂനൽ മുദാഫു, ചുരുക്കി പറയണം. അയ്യക്കൂനൽ മുദാഫു വസ്ഫ മുസന്ന, മുദാഫു വസ്ഫാവുക മുസന്നാവുക. അയ്യക്കൂനൽ മുദാഫു വസ്ഫാവുക ജമ്മ മുദക്കരിൻ സാലിമാവുക. അയ്യക്കൂനൽ മുദാഫു എന്താവുക? മുദാഫ് ഇലാ മാഫിഹി അൽ, അല്ലുള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യാം. അത് വസ്ഫന്നായിക്കട്ടെ, മുദാഫ് എപ്പോഴും വസ്ഫായിരിക്കും. മനസ്സിലായില്ലേ? അല്ലുള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യാം. നാലാമത്തേത് അയ്യക്കൂനൽ മുദാഫു ഇലൈഹി എന്താവുക? വസ്ഫി, അത് വസ്ഫിന്റെ മുദാഫ് ഇലൈഹി എന്താവണം? ആ വസ്ഫിന്റെ മുദാഫ് ഇലൈഹി മുദാഫൻ ഇലാ മാഫിഹി അൽ, അല്ലുള്ളതിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടുക. ഏതുപോലെ അദ്ദാരിബുർ റഅ്സിർ റജുലി എന്ന് പറഞ്ഞ മാതിരി. പിന്നെ അയ്യക്കൂനൽ മുദാഫ് ഇലൈഹി എന്താവുക? വസ്ഫ്, ആ വസ്ഫിന്റെ മുദാഫ് ഇലൈഹി എന്താവണം? മുദാഫൻ ചേർക്കപ്പെട്ടതാവണം. ഇലാ ദമീരിൻ ആയിദിൻ ഇലാ മാഫിഹി അൽ, അല്ലുള്ളതിലേക്ക് ആയിദായ മടങ്ങുന്ന ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാവണം. അതിന്റെ ഉദാഹരണം നമ്മൾ അവസാനം പറഞ്ഞത് അദ്ദാരിബി, ആ വസ്ഫ് അതിന്റെ മുദാഫ് ഇലൈഹി ഗുലാമാണ്. ആ ഗുലാം എന്താണ്? അതൊരു അല്ലുള്ളതിലേക്ക് മടങ്ങുന്ന, അർ റജുലിക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഫഹാദിഹിൽ മസായിലു, ഈ മസ്അലകൾ, ഫഹാദിഹിൽ മസായിലുൽ ഖംസു, ഈ 5 മസ്അലകൾ ഉഗ്തുഫിറ ഫീഹ, അതിൽ പൊറുക്കപ്പെടും. അൽ ജംഉ ബൈന അൽ വൽ ഇദാഫ, അല്ലും ഇദാഫത്തും, മുദാഫിൽ അല്ലും വരിക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അല്ലും ഇദാഫത്തും ഈ പറഞ്ഞ 5 മസ്അലകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അതെന്താണ്? പൊറുക്കപ്പെടുന്ന കാര്യമാണ്, പറ്റുന്നതാണ്. വമാദാഹ, പറഞ്ഞ 5 അല്ലാത്തതിൽ ലാ യജൂസു ഫീഹി, അതിൽ പറ്റൂല. ദാലിക, ആ മുദാഫിൽ അല്ല് കൊടുക്കുന്ന പരിപാടി, അഥവാ അല്ലും ഇദാഫത്ത് ഒരുമിച്ച് കൂടുന്ന പരിപാടി പറ്റൂല എന്നർത്ഥം. അല്ലും ഇദാഫത്ത് ഒരുമിച്ച് കൂടുന്ന പരിപാടി പറ്റൂല. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.